മന്ത്രിസ്ഥാനം ഉറപ്പിക്കാൻ എംഎൽഎമാർ രംഗത്ത്. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ നിന്നും വിട്ടുനിന്നേക്കും. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ മുസ്ലിം ലീഗും കരുക്കൾ നീക്കുന്നു. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള കരുനീക്കങ്ങളാണ് എങ്ങും നടക്കുന്നത്. രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ എന്നീ 3 നേതാക്കളെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ നടക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പിന്നാലെ ആരൊക്കെയാകണം മന്ത്രിമാർ എന്ന വിധത്തിലും ചർച്ചകൾ പാർട്ടിക്കും മുന്നണിക്കുള്ളിലും നടക്കുന്നുണ്ട്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റിമറിക്കപ്പെടും. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം കൈവിട്ട രമേശ് ചെന്നിത്തല ഇത്തവണ മന്ത്രിസഭയിൽ സജീവമായുണ്ടാകും. അതേസമയം കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാനിയാണ്. പാർട്ടിയിലെ നിലവിലെ ക്രൈസ്തവ മുഖം സണ്ണി ജോസഫാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും മന്ത്രിസഭയിലുണ്ടാകും. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയാലും ഈ 2 നേതാക്കളും മന്ത്രിമാരായി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ജയിച്ചെത്തിയാൽ 20-ലധികം എംഎൽഎമാരാണ് മന്ത്രിസ്ഥാനത്തേക്ക് കണ്ണുവെക്കുന്നത്. മുൻകാല പരിചയത്തിനൊപ്പം ഗ്രൂപ്പ്, സമുദായ, പ്രാദേശിക ഘടകങ്ങൾ ഉയർത്തിയാണ് വിവിധ നേതാക്കൾ മന്ത്രിക്കുപ്പായം തുന്നുന്നത്. UDF അധികാരത്തിലെത്തിയാൽ നിലവിലെ കണക്കനുസരിച്ച് 11 പേർക്കാണ് കോൺഗ്രസിൽ നിന്നും മന്ത്രിസ്ഥാനത്തേക്ക് അർഹത. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. സണ്ണി ജോസഫ് മന്ത്രിയായാൽ കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനം മറ്റാർക്കെങ്കിലും കൈമാറാനാണ് സാധ്യത. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ടി. സിദ്ദിഖ്, ടി.എൻ. പ്രതാപൻ, പി.സി. വിഷ്ണുനാഥ്, കെ. മുരളീധരൻ എന്നിവർ ജയിച്ചാൽ ഉറപ്പായും മന്ത്രിസഭയിലുണ്ടാകും. ഷാനിമോൾ ഉസ്മാൻ, ഉമാ തോമസ്, ബിന്ദു കൃഷ്ണ എന്നിവരിൽ ആരാകും മന്ത്രിസഭയിലെ വനിതാ മുഖം എന്നതിലും ചർച്ചകളും പ്രവർത്തകർക്കും നേതാക്കൾക്കുമിടയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊപ്പം 10-ലധികം എംഎൽഎമാർ മന്ത്രി കസേരയിൽ കണ്ണുവെച്ച് ചരടുവലികൾ ആരംഭിച്ചിട്ടുണ്ട്. നാടാർ പ്രതിനിധി എന്ന നിലയിൽ തിരുവനന്തപുരത്തു നിന്നും എൻ ശക്തനും ലത്തീൻ പ്രതിനിധിയായി എം വിൻസെന്റും അവകാശവാദം ഉന്നയിക്കാൻ വരെ സാധ്യതയുണ്ട്. എന്നാൽ വിൻസെന്റിനെതിരായ കേസ് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ടി.ജെ. വിനോദിന് അവസരമൊരുങ്ങും. ഇതിനൊപ്പം എ.പി. അനിൽകുമാർ, വി.എസ്. ശിവകുമാർ, ചാണ്ടി ഉമ്മൻ, വി.ടി. ബൽറാം, മാത്യു കുഴൽനാടൻ, എം. ലിജു തുടങ്ങിയവരും മന്ത്രിസ്ഥാനം ലക്ഷ്യമിടുന്നുണ്ട്. അമ്പലപ്പുഴയിൽ നിന്നും വിജയിച്ചാൽ ജി. സുധാകരനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ സുധാകരന്റെ മന്ത്രിസ്ഥാനവും കോൺഗ്രസ് അക്കൗണ്ടിൽ നിന്ന് തന്നെ നൽകേണ്ടിവരും. സാമുദായിക സന്തുലിതാവസ്ഥകളടക്കം കോൺഗ്രസ് മന്ത്രിസ്ഥാന നിർണയത്തിൽ പരിഗണിക്കാറുണ്ട്. ഇക്കുറിയും ആ പതിവ് തെറ്റാൻ സാധ്യതയില്ല. അതേസമയം ഇത്തവണ വമ്പൻ വിജയം നേടിയാൽ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചേക്കും. കൃത്യമായ അവലോകനത്തിന്റെയും കണക്കെടുപ്പിന്റെയും അടിസ്ഥാനത്തിൽ ഇത്തവണ നിയമസഭയിൽ റെക്കോർഡ് അംഗബലമുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് ഉറപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ശക്തമായ UDF അനുകൂല തരംഗമുണ്ടാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. പാർട്ടിക്ക് ഏറ്റവും ചുരുങ്ങിയത് 22 സീറ്റുകൾ കിട്ടുമെന്നാണ് കണക്കുകൂട്ടൽ. ഭരണവിരുദ്ധ വികാരം, പാർട്ടിയുടെ ശക്തമായ സംഘടനാ സംവിധാനം, വ്യത്യസ്ത വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സ്ഥാനാർത്ഥി പട്ടിക, ന്യൂനപക്ഷ ഭൂരിപക്ഷ മതേതര വോട്ടുകളുടെ ഏകീകരണം എന്നിവയെല്ലാം അനുകൂല ഘടകമായി ലീഗ് വിലയിരുത്തുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ വോട്ടുകൾ പൂർണ്ണമായും ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വന്നിട്ടുണ്ടെന്ന ആത്മവിശ്വാസവുമുണ്ട്. 1ാം നിയമസഭ മുതൽ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമുണ്ടെങ്കിലും 2011-ലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുണ്ടായത്. അന്ന് 20 സീറ്റുകളിൽ ജയിച്ചു. 2016-ൽ എംഎൽഎമാർ 18ആയി. 2021-ൽ 15ആയി. ലീഗിന്റെ കണക്കുകൂട്ടൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ളവയാണ്. പ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിനായിരിക്കും. ലീഗിന് പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പ്രധാന വകുപ്പുകൾക്കായി സമ്മർദ്ദം ചെലുത്തും. ചർച്ചകൾ പല വിധത്തിൽ നടക്കുമ്പോഴും ഇതെല്ലാം അധികാരം പിടിച്ചാൽ മാത്രമാണ്. UDFന് മുൻതൂക്കമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫലം മറിച്ചാകുമോ എന്ന ആശങ്ക പങ്കുവെക്കുന്നവരും കുറവല്ല.